ഹായ് ഗൈസ്, വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റിലെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാനാണ്, വിച്ച് മീൻസ് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാനാണ്. ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രില്യൻറ്റിലെ ക്ലാസ്സിനെ പറ്റിയിട്ട് സംസാരിക്കണോ അതോ നമുക്ക് ഹോസ്റ്റലിനെ പറ്റിയിട്ട് സംസാരിക്കണോ എന്നുള്ളത്. അതിനകത്ത് കൂടുതൽ പേര് പറഞ്ഞത് ക്ലാസ്സിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നാളെ ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് ഫീവർ ആയിരുന്നു ആൻഡ് ഭയങ്കര സഫോക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൽ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാണ്ടെ മെയ് ഒക്കെ തീരാറായില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ എൻട്രൻസിൻ്റെ അടുത്ത 2026 പ്രിപ്പറേഷൻസിലെ നമ്മുടെ നീറ്റ് ആസ്പിറൻസ് ഒക്കെ കയറാൻ പോവാണ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഫേസ് ആലോചിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറും അതിൻ്റെ 2023 ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. ഇപ്പോൾ 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന റിസൾട്ടൊക്കെ ഒന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈം. 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ല, കാരണം അറിയാം നല്ല സ്ട്രഗിളൊക്കെ ആണെന്നൊക്കെ അറിയാം. അങ്ങനെ നിൽക്കുന്നൊരു ടൈം. ഇനിയിപ്പോൾ നിങ്ങളും അതേപോലെ ചിലവർ ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് ഫേസിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറേ പേരുണ്ടാവും, എന്നെ കേൾക്കുന്നവരുണ്ടാവും. കാരണം നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ റിപ്പീറ്റിന് കയറിയ ടൈമിൽ 1 മന്ത് പാലായിൽ നിന്നതിന് ശേഷം ഓൺലൈൻ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ആയ ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെ കുറേ ചാപ്റ്റേഴ്സ് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആപ്പിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മിസ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെക്കോർഡ് കണ്ടിട്ടോ അല്ലെങ്കിൽ ലൈവ് കണ്ട് പെൻഡിങ് തീർത്താൽ മതി, ഇപ്പോൾ ഓൺ ഗോയിങ് ചാപ്റ്റേഴ്സിൽ പോയാൽ മതി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. ഓൺലൈൻ ചൂസ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ലൈവ് പെൻഡിങ്ങിൽ ഇടരുത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കും ലൈവ് പെൻഡിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് റെക്കോർഡ് 1x 2x ഇട്ട് കാണാം, പക്ഷെ പറ്റൂല, നടക്കില്ല. ലൈവായിട്ട് പോയി ഇന്ററാക്ട് ചെയ്ത് തന്നെ. ഇപ്പോൾ നമ്മുടെ ബ്രില്യൻറ്റിൽ ഓൺലൈൻ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാറുമാർ നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ടൈം തരൂല. ഓക്കെ, അവർ ഓഫ് ആക്കിയിട്ടിരിക്കും. പക്ഷേ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് 1 hour ഒക്കെ ഉണ്ടാവും, 1 hour ഹാഫ് അവർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, എത്രത്തോളം ഡൗട്ട്സ് ഉണ്ടോ അത്രത്തോളമൊക്കെ ക്ലിയർ ചെയ്തിട്ടേ നമ്മുടെ ഫാക്കൽറ്റീസ് പോകത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് വരുന്നത്. പിന്നെ ഓൺലൈൻ ക്ലാസ് വരുന്നത് 2 hour ആയിട്ടായിരിക്കും. ഓക്കെ, ഒരു 2 മണിക്കൂർ സെഷനൊക്കെ ആയിട്ടായിരിക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ വരുന്നത്. പിന്നെ ടൈം ടേബിളൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് കാര്യങ്ങളൊക്കെ വരും. പിന്നെ പഠിപ്പിക്കൽ പറയാനാണെങ്കിൽ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. കാരണം നമ്മളുടെ കംഫർട്ട് സോൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക, ഉഴപ്പാണ്ടിരിക്കുക. ഓക്കെ, നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലാണല്ലോ നമ്മൾ ഉഴപ്പൽ. അപ്പോൾ അത് അങ്ങനെ ഉഴപ്പാണ്ടിരിക്കുക, അല്ലാണ്ട് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് പഠിച്ച് പോവുകയാണെങ്കിൽ ഓൺലൈൻ ഒരു നല്ല ചോയ്സ് തന്നെയാണ്. പക്ഷേ ഓൺലൈൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമ്പറ്റീഷൻ വലുതായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അതാണ് വിഷയം. കാരണം നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ആണെങ്കിൽ ബാക്കിയുള്ളവർ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരിരുന്ന് പഠിക്കുന്ന ടൈം നമുക്ക് മനസ്സിലായിട്ട് നമുക്ക് ഭയങ്കര മനസ്സിലൊരു ആവലാതി ഉണ്ടാവും. നമ്മളൊന്നും പഠിക്കുന്നില്ലല്ലോ, ഇതെന്താണെന്ന് നമുക്കൊരു ആവലാതി ഉണ്ടാവും. അപ്പോൾ നമ്മളിരുന്ന് പഠിക്കും. പക്ഷേ ഓൺലൈൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കല്ലേ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലല്ലേ. പക്ഷേ അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഓൺലൈൻ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് വരുന്നത്, കുറേ പേര് ചോദിച്ചാണ് ഓൺലൈൻ ക്ലാസ്സിനാണ് ചോദിച്ചാൽ മെറ്റീരിയൽസ് എല്ലാം കൂടി ടോട്ടൽ എത്ര രൂപയാവും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി എനിക്ക് 28,500 ആയിരുന്നു 2023-24 ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിൽ 30K പ്ലസ് ആയിട്ടുണ്ടായിരുന്നു വിത്ത് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസ് ഇനി ഓൺലൈൻ എടുക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അഥവാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു 2 സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, 2025-ൻ്റെയും 24-ൻ്റെയും. കാരണം എനിക്ക് 2024 ഞാൻ ഓഫ്ലൈനും ഓൺലൈനും ആയെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ ടൈമിൽ എനിക്ക് 2 സെറ്റ് ഓഫ് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്, വേണമെങ്കിൽ എന്താ പറയുക, ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് DM ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ് വരുന്നത്. ഓൺലൈൻ 1 ഡേ എൻ്റെ ക്ലാസ് പേഴ്സണലി വന്നിട്ടുണ്ടായിരുന്നത് ഓൺലൈനിൽ 1 ഡേ 3 ക്ലാസ്സസ് ആണ്, അല്ലെങ്കിൽ 2 ക്ലാസ്. ആദ്യമൊക്കെ 2 ക്ലാസ്സസ് ആയിരിക്കും, പിന്നെ 3 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. കാരണം രാവിലെ ഒരു 8 to, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, പ്രിസൈസ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, കാരണം 1 ഇയർക്ക് മുമ്പാണല്ലോ ഇത്. അപ്പോൾ രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു സെഷൻ ഉണ്ടായിരുന്നു, വൈകിട്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ലൈവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ലൈവ് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ടയർഡ് ആവുമല്ലോ. ശരിക്കും നമ്മൾ നല്ല ടയർഡ് ആവും.
ഇത്രയും ലൈവ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിക്ക് ടയേർഡ് ആവും. എന്നിട്ട് അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിപ്പിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിന് ശേഷം വേണം. അപ്പം നമ്മൾ വിചാരിക്കും ഹോസ്റ്റലിലും ഇപ്പം ഓഫ്ലൈൻ ആണെങ്കിലും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ആണോ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓൺലൈൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ ടൈം വേസ്റ്റേജ് വരേണ്ട ആവശ്യമില്ല ഓൺലൈനിൽ. ഓഫ്ലൈനിലാണെങ്കിൽ അറിയാലോ, നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് ടൈമൊക്കെ പോവും. പിന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് അത് തന്നെയാണ് ഏറ്റവും ടൈം നമ്മളെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഭയങ്കര മാനിഫെസ്റ്റേഷനും വലിയൊരാളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ, നമ്മൾ വൈറ്റ് കോട്ട് ഇട്ട് നമ്മൾ സ്റ്റെത്തിലല്ലേ, നമ്മൾ ആക്ച്വലി ഒരു നീറ്റിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഡോക്ടറായി, അങ്ങനെയാണല്ലോ നമ്മൾ. ഇപ്പം അതിന് കയറിയവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ ഒരു ടൈം വേസ്റ്റേജ് ആണ്. പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല, എല്ലാവരെയും കൊണ്ട് പറ്റൂല. ആർക്കും പറ്റൂല എന്നല്ല, എല്ലാവരെയും കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടൈം ടേബിൾ വെച്ചിട്ട് പഠിക്കുക. എനിക്കൊക്കെ ഫസ്റ്റൊക്കെ അതായിരുന്നു ഭയങ്കര ഒരു ഡ്രോബാക്ക് ഞാൻ എന്നിൽ മനസ്സിലാക്കിയത്. എനിക്ക് ഒരു കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈം ടേബിൾ ഉണ്ടാക്കുക. ഫസ്റ്റ് തന്നെ ഷോർട്ട് നോട്ട്, ഫോർമുല ബുക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോവുക. ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് അതൊക്കെ ഉണ്ടാക്കാനിരുന്നു കഴിഞ്ഞാൽ ടൈം വേസ്റ്റേജും ആണ്, ടെൻഷനും, അത് കാണണം ഇത് കാണണം അത് ചെയ്യണം ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ മോഡൽ എക്സാംസിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഫോർമുല ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ഓക്കെ. പിന്നെ കറക്റ്റ് നോട്ട്സ് എഴുതി പോവുക, കറക്റ്റ് നോട്ട്സ് എഴുതുക, ക്ലാസ് നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഓൺലൈനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് അത്യാവശ്യം നല്ല ഫീവർ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വീഡിയോസ് എടുക്കുന്നത്. ബിക്കോസ് ഇടയ്ക്ക് ഇങ്ങനെ കഫ് കയറി വരുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, നോട്ട്സ് ഒക്കെ കറക്റ്റ് എഴുതി പോവുക, നോട്ട്സിനൊന്നും ഒരു ലാഗ് വരുന്നത്, ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ടു ബി ഓണസ്റ്റ്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ബ്രില്യൻ്റ് ഓൺലൈൻ ക്ലാസ്, ബ്രില്യൻ്റ് അല്ലെങ്കിൽ അത് ഏത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ ബ്രില്യൻ്റ് ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ നമുക്ക് കുറച്ച് പ്രായമായ പ്രൊഫസേഴ്സ് ഒക്കെ വരും. അവരൊക്കെ നമുക്ക് ക്ലാസ് എടുക്കും. പിന്നെ ഒരു കാര്യം ഞാൻ ഓക്കെ ഇത് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ പ്രൊഫസേഴ്സ് വരുമ്പോൾ വലിയ തമാശയും കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആണെന്നൊന്നും ഞാൻ പറയൂല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രില്യൻ്റിലെ ക്ലാസ്സിൽ അവർ സാറുമാർ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസർമാർ തന്നെ നമ്മളോട് പറയല്, നിങ്ങൾ നീറ്റാണ് പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ പഠിക്കണം. ഓക്കെ. അല്ലാണ്ട് തമാശയും പറഞ്ഞ് കോമഡിയും പറഞ്ഞിരിക്കാനൊന്നും ടൈം ഇല്ല എന്നേ അവർ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര നമ്മൾ +2 വരെ നമ്മൾ പഠിച്ചു വന്ന രീതിയേ അല്ല നീറ്റിന് കയറുമ്പോൾ. ഓക്കെ. അത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കയറുമ്പോഴേ അങ്ങനല്ല. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആയിരിക്കണം എന്നൊന്നും വാശി പിടിച്ച് ബ്രില്യൻ്റ് ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇരിക്കരുത്. ഓക്കെ. അത് നമ്മൾ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ഡിസപ്പോയിൻറ്റഡ് ആക്കും. സോ എന്താ പറയുക, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ക്ലാസ് ഒക്കെ ആയിരിക്കും, പക്ഷെ അവർ അടിപൊളിയായിട്ട് ബേസ് മുതൽ എല്ലാ കാര്യങ്ങളും എടുക്കും. സോ അതൊക്കെ കേട്ട്, അല്ലാണ്ട് തമാശ കാര്യങ്ങൾ, കോമഡി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ച് ബ്രില്യൻ്റിലെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കരുത് കേട്ടോ. ഓഫ്ലൈനിൽ പിന്നെയും സാറുമാർ തമാശ പറയും. ഓക്കെ. ബട്ട് ഓൺലൈനിൽ അങ്ങനെയല്ല. ഓൺലൈനിൽ ഒരു സ്ട്രെച്ചിന് ഫുൾ അവർ പഠിപ്പിച്ച് പോകത്തതേ ഉള്ളൂ ബ്രില്യൻ്റിലെ പ്രൊഫസേഴ്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോറൊക്കെ അടിക്കാം. ബട്ട് നമ്മളത് കൺട്രോൾ ചെയ്ത് എന്താ പറയുക, പഠിക്കുക, നോട്ടൊക്കെ എഴുതിയെടുക്കുക. പിന്നെ ലാസ്റ്റ് ആ ഒരു എൻഡ് ഓഫ് ദ ഡേ ഫോർമുല ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. സോ ഇനി ബ്രില്യൻ്റ് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 3 സെഷൻസ് ആയിട്ട് ക്ലാസ് വരുന്നത്. ആ ക്ലാസ് ഒരു ചാപ്റ്റർ ആയിരിക്കും. ഒരു ചാപ്റ്ററിൽ നമുക്കിങ്ങനെ കുറേ സെഷൻസ് ഉണ്ടാവും, ഒരു 4-5 സെഷൻസ് 2 മണിക്കൂർ വെച്ചൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമ്മൾ ലൈവായിട്ട് കറക്റ്റ് കണ്ടുപോവുക. പിന്നെ റെക്കോർഡിംഗ് ക്ലാസ്സസ് അല്ലാണ്ട് തന്നെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നീറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും ബ്രില്യൻ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ അതൊക്കെ നേരെ ചൊവ്വനെ യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി. പിന്നെ എന്താ പറയുക, പിന്നെ നല്ല രീതിക്ക് പഠിക്കുക. പിന്നെ ഈ കൂടുതൽ ഈ ഓൺലൈൻ ക്ലാസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഇപ്പം ഞാൻ തന്നെ എൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഞാൻ +1 +2 വരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ നീറ്റിന് കയറിയ ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്നത്തോടെ എൻ്റെ കുറേ ഫ്രണ്ട്സ്, എനിക്ക് എന്താ പറയുക, കുറേ ഫ്രണ്ട്സ് ആയിട്ടുള്ള കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആകെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉള്ളവരിൽ ആകെ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു 4-5 പേര്, ടു ബി ഓണസ്റ്റ് ആയിട്ട് മാത്രം എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയാവുന്ന 4-5 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു 2 ഇയേഴ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ, അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറീസ്, സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കാണും ഇല്ലേ. അത് കാണുമ്പോൾ അവർ വേറെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിനോ ഒക്കെ പോയിട്ട് അവർ ഭയങ്കര എൻജോയ് ആയിട്ടുള്ളതോ എന്താ പാർട്ടീസ്, ഫുഡ് അടിക്കാൻ പോകുന്നത് കാര്യങ്ങൾ ഒക്കെ എന്ത് ചെയ്യും, അവർ നമ്മുടെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണും. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. അതൊരു നീറ്റ് ആസ്പിരൻറ്റോ അല്ലെങ്കിൽ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം.
സോ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു നീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ട്രീമിലേക്ക് ഇറങ്ങി തിരിക്കാൻ. ഓക്കെ, നമുക്കൊരു കോഴ്സ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്ന സാധനമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു കോഴ്സിന് കയറിയാൽ അതൊന്നും അല്ല, ഒരു കോച്ചിങ് ആണ്. ഓക്കെ, ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ല, നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കോച്ചിങ് ആണ്. മനസ്സിലായോ? സോ അത് ഒക്കെ ആലോചിച്ച് തീരുമാനിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതിന് ഇറങ്ങാൻ. സോ ഇതിന് ഇറങ്ങുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ബ്രില്യനിലെ ഓൺലൈൻ എക്സാംസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രില്യനിൽ സൺഡേ ആണ് ഓൺലൈൻ എക്സാം വരുന്നത്. ആദ്യമൊക്കെ ഒരു 1.5 hour ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാംസ് വരുന്നത്. പിന്നെ എന്താ പറയുക 3 hour ഒക്കെ വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രില്യനിൽ ഓൺലൈനിൽ പഠിച്ചാലും നമുക്ക് എക്സാംസ് ഓഫ്ലൈനായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ എപ്പോൾ മുതലാണെന്ന് അറിയോ? ഒക്ടോബർ നവംബർ ആ ഒരു ടൈം എന്ന് വെച്ചാൽ നമ്മളെ സെക്കൻഡ് മോഡൽ എക്സാം. പിന്നെ നമ്മൾ ഓണം മോഡൽ എക്സാമും ഐ തിങ്ക് നമുക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ സെക്കൻഡ് മോഡൽ എക്സാം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ്ലൈനായിട്ട് തന്നെ എഴുതാൻ പറ്റും. നമ്മളെ ഡിസ്ട്രിക്റ്റിലുള്ള സെൻറ്ററിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും വേണ്ട. എക്സാംസ് ഒക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ മോഡൽ എക്സാംസ് തുടങ്ങുമ്പോൾ ഓൺലൈൻ സ്റ്റുഡൻസിന് ഓഫ്ലൈനായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ ബ്രില്യൻറ്റിന് പറയാനുള്ളത്. ഇനി അടുത്തത് ഓഫ്ലൈൻ ആണ് അല്ലേ? ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്, ഓഫ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ. സോ അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് വരുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും കട്ടിങ്സ് വരുത്തുന്നത്. കാരണം എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ കഫ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല സഫക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കും ഈ ഒരു വീഡിയോ എടുത്തിട്ട് വലിയ സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ അഡ്മിഷൻസ് ഒക്കെ ആരൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കുറേ പേര് കാണുന്നുണ്ട്, നല്ല നല്ല കമൻറ്റ്സ് ഇടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നല്ല നല്ല എന്താ പറയുക ഫീഡ്ബാക്സുകളൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാവരോടും വെരി ബിഗ് താങ്ക്സ്. സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഇനിയും മുന്നോട്ട് അങ്ങോട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ട് നീറ്റ് ആസ്പിരൻസിന് ഇനി അങ്ങോട്ട് പറ്റുന്ന എന്ത് വേണമെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ. എന്താ എത്ര ലോ ആയിട്ടിരിക്കുന്ന ടൈമിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഐ വിൽ റിപ്ലൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പഠിക്കാനുള്ള വലിയൊരു മൈൻഡ് സെറ്റ് ആയിട്ട് ഇറങ്ങുക. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, നീറ്റിൻ്റെ കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായല്ലോ. സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്.